ചോർന്നൊലിക്കുന്ന ഷെഡിൽ കാലവർഷം കഴിച്ചുകൂട്ടുന്ന കുന്നമംഗലത്തെ ഒരു വയോധിക ദമ്പതിമാർക്ക് വീടൊരുങ്ങുന്നു. റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് കേരള പ്രവാസി അസോസിയേഷനാണ് വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധരായത്. പ്രവാസി അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് വീട് സന്ദർശിച്ച് വിജയനും ചന്ദ്രികയ്ക്കും ഇക്കാര്യം ഉറപ്പു നൽകി. 2.5 സെന്റ് ഭൂമിയിൽ വിജയനും ചന്ദ്രികയ്ക്കും ഇനി വീടൊരുങ്ങും. അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ അന്തിയുറങ്ങണമെന്ന ഇരുവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. പ്രവാസി അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്തും സംഘവും സ്ഥലം നേരിട്ട് സന്ദർശിച്ച് വീട് നിർമ്മിക്കുന്ന കാര്യം ഉറപ്പു നൽകി. റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ വാർത്ത ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ നൗഷാദ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു സാമൂഹിക പ്രവർത്തകൻ ഞങ്ങളുമായി ബന്ധപ്പെടുകയും ഞങ്ങളിവിടെ വന്നപ്പോഴാണ് ഈ ബുദ്ധിമുട്ട് കാണുന്നതും കേരള പ്രവാസി അസോസിയേഷൻ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ അടുത്ത മാസം തന്നെ ചെയ്യുക എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ട്. 16 വർഷമായി ഒറ്റമുറി ഷെഡിൽ പാർക്കുന്ന വിജയന്റെയും ചന്ദ്രികയുടെയും ജീവിത ദുരിതം റിപ്പോർട്ടർ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. 1 മാസത്തിനകം പുതിയ വീടിന്റെ നിർമ്മാണം ആരംഭിക്കും. അടുത്ത മാസം വീടിൻ്റെ പണി തുടങ്ങാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. സാറ് വന്നു, പിന്നെ ഇവരെ കണ്ടു. സാറിനും വളരെ വിഷമായി. ഏതായാലും നമ്മുടെ ഈ അച്ഛനും അമ്മയ്ക്കും ഉടൻ തന്നെ നല്ല രീതിയിലൊരു വീടിൽ അടച്ചുറപ്പുള്ള ഭയം കൊള്ളാത്ത വീട്ടിൽ കിടക്കാം. അത് വളരെ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാചകക്കാരനായിരുന്നു വിജയൻ. ആരോഗ്യം മോശമായതോടെ പണി നിന്നു. പച്ചമരുന്നുകൾ വീടുകൾ തോറും വിറ്റാണ് ചന്ദ്രിക ചേച്ചി കുടുംബം നോക്കുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.